പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ്. നിങ്ങൾക്കറിയുന്ന പോലെ പശ്ചിമഘട്ട മലയോര മേഖലകളിലെ ജനങ്ങളുടെ ആശങ്ക വളരെ കൂടുതലാണ്. ഇക്കാര്യത്തിൽ അത് പരിഹരിക്കണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്ന് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ വിമർശിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിന് വളരെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ നിന്ന് യാതൊരു നീക്കവും നടത്തുന്നതായിട്ട് ഇവിടുത്തെ പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഗവൺമെൻറ് വളരെ ലാഘവബുദ്ധിയോടെയാണ് അത് കണ്ടതെന്ന് പറയേണ്ടി വരും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ജനവാസ മേഖലയും കൃഷിയിടങ്ങളെയും കൃത്യമായി വേർതിരിച്ച് വനമേഖലയായിട്ട് വേർതിരിച്ച് വേണം ഈ പ്രഖ്യാപനം നടത്തുവാൻ. ഇല്ലെങ്കിൽ വളരെ അതിശക്തമായ സമരമുറകൾ സ്വീകരിക്കേണ്ടി വരും. പൊതുജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ കേരള സർക്കാരിൻ്റെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ 2 മാപ്പുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ 2 മാപ്പുകളിൽ ഏതാണ് അന്തിമമാക്കാൻ പോകുന്നതെന്നും ഏതാണ് കേന്ദ്രത്തിലേക്ക് അയക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് കേരള സർക്കാരിന് മറുപടിയില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മെയ് മാസത്തിൽ പഞ്ചായത്തുകൾ നൽകിയ ശുപാർശകൾ ഉൾപ്പെടുത്താതെയാണ് ഇപ്പോൾ വീണ്ടും മാപ്പുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതാണ് അന്തിമ മാപ്പ് എന്നറിയാതെ ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുക എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നു. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ തത്സമയം ചേരുന്നു. പറയൂ സജോ, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഒരു ഭാഗത്ത് പശ്ചിമഘട്ട സംരക്ഷണം എന്ന ആവശ്യവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, റിപ്പോർട്ടുകൾ, മാധവ് ഗാഡ്ഗിൽ മുതൽ ഉമ്മൻ വരെ വിവിധ കമ്മിറ്റികൾ, ചർച്ചകൾ, വിവാദങ്ങൾ, സമരങ്ങളൊക്കെ ഒരു വശത്ത് അരങ്ങേറിയതാണ്. മറുവശത്ത് കേരളത്തിലെ പശ്ചിമഘട്ട മലയോര മേഖലകളിൽ, അതായത് ഒട്ടുമിക്ക കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്ന് തന്നെ പറയാം, 1-2 ജില്ലകളെ മാത്രമേ ഒഴിവാക്കേണ്ടി വരികയുള്ളൂ. അങ്ങനെയുള്ള ജില്ലകളിലെ 131 വില്ലേജുകളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം സ്തംഭിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ അന്തിമ വിജ്ഞാപനം ഏറ്റവും വേഗത്തിൽ തന്നെ പുറത്തിറങ്ങും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വേഗത്തിൽ തന്നെ ഇതിൻ്റെ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കും എന്നാണ് കരുതേണ്ടത്. 6ാമത്തെ കരട് വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാം സ്ഥലങ്ങൾ ഉൾപ്പെടും, അതിൽ ജനവാസ മേഖലയും കൃഷിയിടവും ഒഴിവാക്കും എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. സംസ്ഥാനത്തിൻ്റെ റോളാണത്. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മാപ്പ് തയ്യാറാക്കുകയും തിരുത്തൽ അറിയിക്കുകയും സംസ്ഥാനത്തെ ആളുകളുടെ ആശങ്ക അകറ്റാനും ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പാണ്. പക്ഷേ വ്യക്തതയുള്ള ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ മാപ്പുണ്ട് എന്നാണ് ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടക്കം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനം പറയുന്നു ജനവാസ മേഖലകളും കൃഷിഭൂമികളും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയ മാപ്പ്, ജിയോ കോർഡിനേറ്റ്സ് എവിടെയാണ്, അതിൻ്റെ റിപ്പോർട്ട് എവിടെയാണ്? തിരുത്തലിന് ഇനി അവശേഷിക്കുന്നത് 4 ദിവസം മാത്രമാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കത് കൊടുക്കേണ്ടതില്ലേ? ആക്ഷേപം അറിയിക്കാൻ 60 ദിവസം കേന്ദ്രം പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത് അറിയിക്കണമെങ്കിൽ സംസ്ഥാനം തയ്യാറാക്കിയ രേഖയെ ആശ്രയിച്ച് മാത്രമേ കഴിയുകയുള്ളൂ. ആ മാപ്പ് എന്തിനു മറച്ചു വെക്കണം? അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്, കിഫ പോലെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. ഇനിയും സമയം നീട്ടിച്ചോദിക്കണം. കേന്ദ്രത്തിൽ ജനവാസ മേഖല ഒഴിവാക്കണം. ഈ മേഖലയിൽ ആധാരത്തിലടക്കം ESI എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യത്തകർച്ചയുണ്ടാവും, ക്രയവിക്രയം തടസ്സപ്പെടും, ആളുകളുടെ ജനജീവിതം സ്തംഭിക്കും. കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകത, ജനസാന്ദ്രത, ഇതൊക്കെ പരിഗണിക്കണം. അടിസ്ഥാന യൂണിറ്റ് വില്ലേജ് എന്നത് പഞ്ചായത്തുകളോ വാർഡുകളോ ഒക്കെയായി തിരിക്കുകയും ആ മേഖലയിൽ വന വില്ലേജുകൾ എന്ന നിലയ്ക്കൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാവുന്നതുമാണ്. അങ്ങനെ ആ നിലയ്ക്ക് നിയമപരമായ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു നടപടി സംസ്ഥാന പരിസ്ഥിതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ 131 വില്ലേജുകളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വീടുകളും ജനവാസ മേഖലകളും കൃഷിഭൂമികളും ESI ആയി പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുത്തലിനുള്ള അവസരം എന്ത് ചെയ്തു എന്ന് സർക്കാർ വ്യക്തമാക്കണം. മാപ്പ് ജനങ്ങൾക്ക് നൽകണം. ഒപ്പം കൂടുതൽ സാവകാശം കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അങ്ങനെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള സത്വര നടപടി വേണം എന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ വിവരങ്ങൾ നൽകിയത്.